ഹലോ ഫ്രണ്ട്സ്, ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകളിൽ ഓവുലേഷൻ നടക്കാനും ഉണ്ടാകുന്ന അണ്ടങ്ങൾക്ക് ക്വാളിറ്റി കൂട്ടാനും സഹായിക്കുന്ന ഒരു സൂപ്പർ ഡ്രിങ്കിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഒരു ഗർഭധാരണത്തിന് സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് ഓവുലേഷൻ. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഓവുലേഷൻ നടക്കാതെയും അതുപോലെ ഓവുലേഷൻ നടന്നാലും ക്വാളിറ്റി ഉള്ള അണ്ടങ്ങൾ പൊട്ടാതെയും വരുന്നത് സ്ത്രീകളിൽ ഗർഭധാരണ സാധ്യത കുറക്കുന്നു. ഇതിനെയെല്ലാം പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു സൂപ്പർ ഡ്രിങ്ക്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എപ്പോഴാണ് കുടിക്കേണ്ടത് എന്നതിനെ പറ്റിയെല്ലാം വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിനും ഉണ്ടാകുന്ന അണ്ടങ്ങൾക്ക് ക്വാളിറ്റി കൂട്ടുന്നതിനും ഏറെ സഹായകമായ ഒന്നാണ് നമ്മുടെ അടുക്കളകളിൽ നിന്ന് തന്നെ ലഭ്യമായിട്ടുള്ള വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെ ഗ്രാമ്പൂ. പല്ലുവേദന അകറ്റാനും ചർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും അങ്ങനെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ലൊരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ ഈ ഒരു സുഗന്ധദ്രവ്യം. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ആരോഗ്യ ഗുണമാണ് സ്ത്രീകളുടെ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിനും അണ്ടങ്ങൾ ഗുണമേന്മയുള്ളതായി മാറ്റുന്നതിനും ഗ്രാമ്പൂവിനുള്ള പങ്ക്. സ്ത്രീകളുടെ ഓവുലേഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ് LH ഹോർമോൺ. പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കാൻ ആവശ്യത്തിനുള്ള LH ഹോർമോണിൻ്റെ പ്രവർത്തനം നടക്കുകയും ഓവുലേഷൻ കൃത്യമായി നടക്കുകയും ഒപ്പം അണ്ടങ്ങളുടെ വളർച്ചയ്ക്കും ക്വാളിറ്റിയുള്ള അണ്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഈ ഒരു ഡ്രിങ്ക് നിങ്ങളെ സഹായിക്കുന്നു. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഇതിന് 2 വിധത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ രീതി, നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ 3-4 ഗ്രാമ്പൂ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സാദാ തിളപ്പിച്ചാറിയിട്ടുള്ള 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോഴേക്കും ഗ്രാമ്പൂവിൻ്റെ സത്തുക്കൾ എല്ലാം, അതായത് ഗുണങ്ങളെല്ലാം ഈ ഒരു വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാകും. അടുത്തൊരു രീതി, നിങ്ങൾക്ക് 3-4 ഗ്രാമ്പൂ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടായിരിക്കണം നിങ്ങൾ തിളപ്പിക്കേണ്ടത്. ഒരു കാരണവശാലും പെട്ടെന്ന് കാര്യം കഴിയാൻ വേണ്ടി നിങ്ങൾ തീ കൂട്ടിയിട്ടിട്ട് ഇത് തിളപ്പിക്കരുത്. ഈ ഒരു 2 ഗ്ലാസ് വെള്ളം നിങ്ങൾ 1 ഗ്ലാസ് വെള്ളമാകുന്ന രീതിയിൽ നിങ്ങൾ തിളപ്പിച്ചിട്ട് കുടിക്കാനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് ആറിയതിന് ശേഷം ഇളം ചൂടോടുകൂടെ കുടിക്കാവുന്നതാണ്. ഇളം ചൂട് ഇഷ്ടമില്ലാത്തവർക്ക് നല്ല രീതിയിൽ തണുപ്പിച്ചതിന് ശേഷവും ഈ ഒരു വെള്ളം കുടിക്കാവുന്നതാണ്. ഇതിന് കൂടുതൽ സത്ത് കിട്ടുന്നതിനായി നിങ്ങൾക്ക് ഗ്രാമ്പൂ ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഈ ഒരു വെള്ളം കുടിക്കുന്നതിൽ ഈ ഒരു രീതി തന്നെയാണ്. ഇത് നിങ്ങളുടെ ഒരു കംഫർട്ട് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത്, ഇത് എപ്പോഴാണ് കുടിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. ഇതെപ്പോഴും അതിരാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചായ, കാപ്പി പോലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അത് നിങ്ങൾ പാടെ ഒഴിവാക്കുക. പകരം ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കുടിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യ ഗുണം നൽകുന്നത്. ഇനി അടുത്തത്, ഏത് ദിവസം മുതലാണ് ഇത് കുടിക്കേണ്ടത് എന്ന് നോക്കാം. ഇത് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത പീരീഡിൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പീരീഡിൻ്റെ സെക്കൻഡ് ഡേ മുതൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓവുലേഷൻ ദിവസം വരെ മാത്രമേ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിക്കാൻ പാടുള്ളൂ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് യാതൊരു കാരണവശാലും നിങ്ങൾ കുടിക്കാൻ പാടില്ല. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ ആ ഒരു പീരിയഡ് സൈക്കിൾ ലെങ്ത് എത്രയാണെന്ന് മനസ്സിലാക്കി ഓവുലേഷൻ്റെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓവുലേഷൻ കിറ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. അതുപോലെ ഓവുലേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നതിനെ പറ്റിയെല്ലാം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ വെച്ചും ഓവുലേഷൻ നമ്മളിൽ നടക്കാറായോ എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം അതൊന്ന് ചെയ്യുക കേട്ടോ, ഓവുലേഷൻ്റെ കണ്ടുപിടിക്കുക. ഏറെ നാളുകളായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്കും അതുപോലെ ഓവുലേഷൻ കുറേ നാളുകളായിട്ട് ട്രൈ ചെയ്തിട്ട് നടക്കാത്തവർക്കും അതുപോലെ ക്വാളിറ്റി ഉള്ള അണ്ടങ്ങൾ ഉണ്ടാകാത്തവർക്കും പറ്റിയിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് ഈ ഒരു ഡ്രിങ്ക്. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു 3-4 മാസം വരെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അതുപോലെ PCOD ഉള്ളവർക്കും അവരുടെ ഓവുലേഷൻ നടക്കാനൊക്കെ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് അനുകൂലമായി തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയിലൂടെ വീണ്ടും കാണാം.
അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ ഓൾ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു അറിവ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ശ്രമിക്കുക കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. ബൈ.